ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ നോമ്പ് തുറക്കലും അത്താണ്ടാകലൊക്കെ കഴിഞ്ഞിട്ട് രാത്രി അങ്ങനെ വെറുതെ ബോറടിച്ചിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ കാക്കു വിളിക്കണ് പെട്ടെന്ന് റെഡി ആയിട്ട് പുറത്തിറങ്ങിക്കോ റൂമിൻ്റെ ഒരു ചായ അടിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഏകദേശം ഒരു സമയം 10-10:30 ആയിട്ടുണ്ടാവും. അങ്ങനെ ഇതാ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്ക് ഇടാമെന്ന് കരുതിട്ടോ. വേറെ മേക്കപ്പ് ഒന്നും ഇട്ടില്ലെങ്കിലും ലിപ്സ്റ്റിക്ക് ഇട്ടാൽ നമുക്കൊരു കോൺഫിഡൻസ് ആണ് കേട്ടോ. അങ്ങനെ ഇൻ്റെ പോലെ ലിപ്സ്റ്റിക്ക് ഇട്ട് കോൺഫിഡൻ്റ് ആവണമല്ലോ ഉണ്ടോ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തോളൂ. അങ്ങനെ ഇൻ്റെ ഒരുക്കം പെട്ടെന്ന് കഴിഞ്ഞതിന് ശേഷത്തെ നമ്മൾ ഗസൽ ബേബിനെ ഒന്ന് റെഡിയാക്കി കൊടുക്കാൻ വിചാരിച്ചിട്ടോ. അധികം ആർഭാടങ്ങളൊന്നുമില്ല ഒരുക്കത്തിന്, ജസ്റ്റ് മുടി ഒന്ന് അടക്കി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഗസൽ ബേബിനെ ഒരുക്കി നമ്മൾ ഇന്ന് ചായ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം ടീ ഹൗസ് കണ്ടോ. ഇവിടെ സൗദിയിൽ രാത്രി ഉറക്കല്ലല്ലോ, നോമ്പായതുകൊണ്ട്. അങ്ങനെ 11 മണി 12 മണി അങ്ങനെ ഇന്ന സമയമൊന്നുമില്ല. രാത്രി എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഇറങ്ങി ചായ അടിക്കാനും നല്ല വൈബാണ്. ഇവിടെ ഫുള്ള് ഓപ്പൺ ആയിരിക്കും കേട്ടോ ഷോപ്പുകളൊക്കെ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ റെഡിയായി താഴെ ഇറങ്ങി കേട്ടോ. കാക്കുവിൻ്റെ കൂടെ ഫസലാക്കു കാക്കുവിൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ടീ ഹൗസിലേക്കാണ്. ടീ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള റാക്കിയിലുള്ള നല്ലൊരു അടിപൊളി കോഫി ഷോപ്പാണ് കേട്ടോ. അടിപൊളി ഷോപ്പാണ്. അങ്ങനെ ഞങ്ങൾ ചായ ഒക്കെ ഓർഡർ ചെയ്തു. ഇതാണ് കേട്ടോ ഫസലാക്കു. മിന്നാസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിലെ മിന്നാസിൻ്റെ ഉപ്പയാണിത്. അങ്ങനെ ചായ ഓർഡർ ചെയ്തു. നല്ല അടിപൊളി ചായയാണ് കേട്ടോ. രാത്രി ഒരു 10:30 ആയപ്പോൾ തന്നെ ഇവിടെ നല്ല കാറ്റും തണുപ്പുണ്ടായിരുന്നു കേട്ടോ. തണുപ്പ് പോകാനുള്ള കാറ്റാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഒരു ചായയൊക്കെ ഓർഡർ ചെയ്ത് പുറത്താണ് കേട്ടോ സ്ഥലം കിട്ടിയത്. 10-10:30 സമയമൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാക്കാറ് നമ്മുടെ ഈ ടീ ഷോപ്പിൽ. അപ്പോൾ നമ്മൾ പുറത്തത്തെ സിറ്റിങ്ങിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ഇരുന്ന് നല്ല അടിപൊളി ചായയൊക്കെ കുടിച്ച് വൈബായിട്ടിരിക്കുന്നു. അപ്പോൾ ടീ ഷോപ്പിൻ്റെ നേരെ മുന്നിൽ തന്നെ ഒരുപാട് ഉപ്പിലിട്ട സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഗസൽ ബേബിക്ക് വേണം പറഞ്ഞപ്പോൾ നമ്മൾ അതിനൊരു പുളിമാങ്ങ ആണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു മാങ്ങ ഒക്കെ ഓർഡർ ചെയ്തു. ഫുള്ളായിട്ട് മാങ്ങ സുറുക്കിലിട്ടേന് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് എന്ന് സംശയം ഉണ്ടായിരുന്നു, എന്നാലും ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. മാങ്ങ മാത്രമല്ല, നെല്ലിക്ക, പൈനാപ്പിൾ, പ്ലംസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഗസൽ ബേബിക്ക് നമ്മൾ മാങ്ങയൊക്കെ വാങ്ങിക്കൊടുത്ത് മാങ്ങയൊക്കെ തിന്നു കേട്ടോ. അപ്പോൾ മാങ്ങയൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് വീടിനടുത്തുള്ള പാർക്കിലാണ് കേട്ടോ. പാർക്കിൽ പോയപ്പോൾ നാട്ടിൽ പോയി വന്നതിന് ശേഷം ഗസൽ ബേബിനെ പാർക്കിലൊന്നും കൊടുത്തിട്ടുണ്ടായില്ല, ഭയങ്കര കാറ്റും തണുപ്പും കാരണം. അങ്ങനെ ഗസൽ ബേബിനെ ഇന്ന് പാർക്കിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് കൊടുന്ന്. ഗസൽ ബേബിക്കാണല്ലോ മണലൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ഒന്ന് കുഴച്ച് മറിച്ച് കളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ കുട്ടി കളിച്ചോളാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്രയും സമയം വെറുതെ ഇരിക്കണില്ല, നല്ല 2 റൗണ്ട് നടക്കണമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനും കുറച്ച് സമയം പാർക്ക് ചുറ്റും നടന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ.